ഭാരതത്തിന്റെ ഭൂപടം ഒന്ന് പരിശോധിക്കൂ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ അതിർത്തികൾ, ആ 7 സഹോദരി സംസ്ഥാനങ്ങളെ ബാക്കി ഭാരതവുമായി ബന്ധിപ്പിക്കാൻ വെറുമൊരു കടുകുമണിയോളം പോകുന്ന ഇടുങ്ങിയ പാത മാത്രമേ ഉള്ളൂ. പശ്ചിമ ബംഗാളിലെ സിലിഗുരി വെറും 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ പ്രദേശത്തെ ആഗോള സൈനിക ചരിത്രത്തിൽ വിളിക്കുന്നത് ചിക്കൻ നെക്ക് എന്നാണ്. ശത്രുരാജ്യങ്ങൾ ഇന്ത്യയെ തകർക്കാനായി പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം ലക്ഷ്യം വെക്കുന്നത് ഈ ഇടുങ്ങിയ കഴുത്താണ്. ഒരു യുദ്ധം ഉണ്ടായാൽ ആ 22 കിലോമീറ്റർ ഒന്ന് ബ്ലോക്ക് ചെയ്താൽ ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ മേഖല ഒറ്റപ്പെട്ടു പോകുമെന്ന് ചൈനയും പാകിസ്ഥാനും പണ്ടേ വ്യാമോഹിക്കുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ മണ്ണിലൂടെയുള്ള വഴിക്കായി ഭാരതം എന്നും ഇരിക്കുമെന്ന് അവർ കരുതി. എന്നാൽ ആ ശത്രുക്കളുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയും അടിച്ചുകൊണ്ട് ഭാരതം തീർത്ത പ്രതിരോധ കവചമാണ് കലാതൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്ട്. ഇത് വെറുമൊരു റോഡല്ല, ഭാരതത്തിന്റെ ശ്വാസനാളമാണ്. 6314 ദിവസങ്ങൾ നീണ്ട 17 വർഷത്തെ ലണ്ടനിലെ മഞ്ഞു പുതച്ച പ്രവാസത്തിനൊടുവിൽ ബംഗ്ലാദേശിന്റെ ആകാശം വീണ്ടും ഒരു പേരിൽ വിറകൊള്ളുകയാണ്: താരിഖ് റഹ്മാൻ. 2025 ഡിസംബർ 25-ന് ലോകം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ധാക്കയിലെ തെരുവുകൾ ഒരു മനുഷ്യനെ വരവേൽക്കാനായി കടല് പോലെ മാറുകയായിരുന്നു. വെറുമൊരു നേതാവല്ല അയാൾ. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭാഗതയും നിർണയിക്കാൻ പോകുന്ന, ഇന്ത്യയുമായി പലപ്പോഴും കൊമ്പുകോർത്ത സിയ കുടുംബത്തിന്റെ ഏക അവകാശിയാണ് അയാൾ. ലക്ഷക്കണക്കിന് ആളുകൾ വിമാനത്താവളത്തിലേക്ക് ഒഴുകുമ്പോൾ, ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളുടെ കാവലിൽ താരിഖ് നീങ്ങുമ്പോൾ അവിടെ ഉയരുന്നത് വെറും മുദ്രാവാക്യങ്ങളല്ല, അത് ഇന്ത്യയുടെ അതിർത്തികളിൽ വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ സൂചനയാണ്. പക്ഷെ ഒരു കാര്യം ഈ പൊതുശക്തികളൊക്കെ ഓർക്കുന്നത് നന്നായിരിക്കും: ബംഗ്ലാദേശിന് ജന്മം നൽകിയ ഭാരതം ഇന്നും ഇവിടെയുണ്ട്. നന്ദികേട് കാണിച്ച് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ നോക്കിയ ആ നിമിഷം അവർ തകർന്നടിയും. താരിഖ് റഹ്മാൻ തിരിച്ചെത്തിയത് വെറും ഒരു സന്ദർശനത്തിനല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വിഖ്യാതമായ പ്രസംഗത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അയാൾ പ്രഖ്യാപിച്ചു: എനിക്കൊരു പ്ലാൻ ഉണ്ട്. 2026 ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ BNP വൻ വിജയം നേടുമെന്ന് അയാൾക്ക് ഉറപ്പാണ്. ഷെയ്ഖ് ഹസീന എന്ന ഇന്ത്യയുടെ വിശ്വസ്ത സുഹൃത്തിനെ ഓടിച്ചു വിട്ടതിന് ശേഷം രൂപപ്പെട്ട രാഷ്ട്രീയ ശൂന്യതയിലേക്കാണ് താരിഖ് എന്ന ചാണക്യൻ ഇറങ്ങിക്കഴിഞ്ഞത്. ഭാര്യ സുബൈദയും മകൾ സൈമിയും വളർത്തുപൂച്ച സീബുവും അടങ്ങുന്ന ആഡംബര പ്രവാസത്തിൽ നിന്നും അയാൾ തിരിച്ചെത്തുമ്പോൾ ലക്ഷ്യം വ്യക്തമാണ്. എന്നാൽ കൗതുകകരമായ സംഗതി, തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തിന് വധഭീഷണി മുഴക്കിയിരിക്കുന്നു എന്നതാണ്. താരിഖ് ഇന്ത്യയുമായി രഹസ്യ ധാരണയുണ്ടാക്കി എന്നാണ് അവരുടെ ആരോപണം. ഒരു വശത്ത് BNPയും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും അധികാരം പിടിക്കാനായി മത്സരിക്കുമ്പോൾ ബംഗ്ലാദേശ് ഒരു വലിയ സ്ഫോടനത്തിലേക്കാണ് നീങ്ങുന്നത്. ഇന്ത്യയും മ്യാൻമറും സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഈ വടക്ക് കിഴക്കൻ ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ സഹായമില്ലാതെ പുതിയൊരു വഴി തുറക്കുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നോക്കാം. കൊൽക്കത്ത മുതൽ സിറ്റ്വേ വരെ. കൊൽക്കത്ത തുറമുഖത്ത് നിന്ന് 539 കിലോമീറ്റർ സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് മ്യാൻമറിലെ സിറ്റ്വേ തുറമുഖത്തെത്തുന്നു. സിറ്റ്വേ മുതൽ പാലറ്റ്വേ വരെ, അതായത് കലാതൻ നദിയിലൂടെ 158 കിലോമീറ്റർ നദീമാർഗമുള്ള യാത്ര. ഇതിനായി സിറ്റ്വേ തുറമുഖവും ജലഗതാഗത സൗകര്യങ്ങളും ഇന്ത്യ പൂർത്തിയാക്കി കഴിഞ്ഞു. പാലറ്റ്വേ മുതൽ ജോറിൻപൊയ് വരെ, അതായത് മിസോറാമിലെ അതിർത്തി ഗ്രാമമായ ജോറിൻപൊയിലേക്ക് 110 കിലോമീറ്റർ നീളുന്ന അത്യാധുനിക റോഡ്. സിലിഗുരി ഇടനാഴിയിൽ ആരെങ്കിലും പടയൊരുക്കം നടത്തിയാൽ ചരക്കുകളും സൈനികായുധങ്ങളും ബംഗാൾ ഉൾക്കടലിൽ കടന്ന് മിനിറ്റുകൾക്കുള്ളിൽ മിസോറാമിലേക്ക് എത്തും. ശത്രുക്കളുടെ ചതുരംഗ പലക തകർക്കുന്ന ഭാരതത്തിന്റെ വജ്രായുധമാണിത്. താരിഖ് റഹ്മാൻ തിരിച്ചെത്തിയതിന് പിന്നാലെ ബംഗ്ലാദേശിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ദിബു ചന്ദ്രദാസ്, അമൃത് മണ്ഡൽ എന്നീ ഹിന്ദു സഹോദരങ്ങൾ അതിക്രൂരമായിട്ട് ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായിരിക്കുന്നു. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഹിന്ദുക്കൾക്ക് ലഭിച്ചിരുന്ന ചെറിയൊരു സുരക്ഷ പോലും ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇന്ത്യയോട് കരഞ്ഞു പറയുകയാണ്: ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾക്ക് അധികാരം ലഭിച്ചാൽ അതവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അന്ത്യമായിരിക്കും. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അതിർത്തിയിൽ മതഭീകരത വളരുന്നത് ഭാരതം നിസ്സാരമായിട്ട് എന്തായാലും കാണില്ല. ഇപ്പോൾ ഇതാ ഈ ഒരു മാർഗം, ഈ ഒരു വഴി കണ്ടെത്തിയതുപോലെ തന്നെ ഇതിനും ഒരു വഴി നമ്മുടെ ഭാരതം കണ്ടെത്തും. അതിർത്തിയിൽ വീഴുന്ന ഓരോ ഹിന്ദുവിന്റെയും ചോരയ്ക്ക് പകരം ചോദിക്കാൻ നവഭാരതത്തിന് കരുത്തുണ്ട്. നിലവിൽ മ്യാൻമറിലെ ആഭ്യന്തര സംഘർഷങ്ങളും അരകൻ ആർമിയുടെ മുന്നേറ്റവും പദ്ധതിയുടെ പൂർത്തീകരണത്തെ ബാധിക്കുന്നുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം പാലറ്റ്വേ ജോറിൻപൊയ് റോഡിന്റെ നിർമ്മാണം വൈകുകയാണ്. എങ്കിലും 2027ഓടെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഭാരതം പ്രതീക്ഷിക്കുന്നത്. സിറ്റ്വേ, പാലറ്റ്വേ ഭാഗങ്ങളിൽ നിയന്ത്രണമുള്ള അരകൻ ആർമിയുമായിട്ടുള്ള ബന്ധം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് നിർണായകമാണ്. ഈ പ്രതിസന്ധികൾക്കിടയിലും ഭാരതം മുന്നോട്ട് തന്നെയാണ്. ഇന്ത്യക്കെതിരെ വികാരം ഇളക്കിവിട്ട് വോട്ട് പിടിക്കാൻ നോക്കുന്ന ബംഗ്ലാദേശിലെ രാഷ്ട്രീയക്കാർ അറിയാത്തൊരു സത്യമുണ്ട്: നിങ്ങളൊരു ഇന്ത്യ ലോക്ക്ഡ് രാജ്യമാണ്. ഇന്ത്യ ഒരു ചെറിയ ചരക്ക് നീക്കം നിർത്തിയാൽ ബംഗ്ലാദേശിലെ വസ്ത്രവ്യാപാര മേഖല അവിടെ തകർന്നടിയും. അതുപോലെ ഇന്ത്യ നൽകുന്ന കറണ്ടിലാണ് ധാക്ക വെളിച്ചം കാണുന്നത്. ഇന്ത്യയുടെ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യത്തിന് മുന്നിൽ ബംഗ്ലാദേശ് സൈന്യം വെറും മിനിറ്റുകൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കൂ. അതുപോലെ തന്നെ ഇനി നമ്മുടെ നാവികസേനയിലേക്ക് വരാം.
ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ ഒരു ചെറിയ ഉപരോധം ഏർപ്പെടുത്തിയാൽ ബംഗ്ലാദേശിലേക്ക് ഒരു തരി ഇന്ധനം പോലും വരില്ല. ഇന്ത്യയുടെ റഫാലും സുഖോയിയും പറക്കുമ്പോൾ നിങ്ങളുടെ പഴയ മിഗ് വിമാനങ്ങൾക്ക് നിലം തൊടാൻ പോലും കഴിയില്ല. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചാൽ കൊള്ളാം. 1971 3900 ഇന്ത്യൻ സൈനികർ രക്തം ചിന്തിയാണ് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വാങ്ങി നൽകിയത്. ഇന്ന് ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത് ഇന്ത്യയെ ശത്രുവായി കാണുന്ന താരിഖ് റഹ്മാനും കൂട്ടരും കാണിക്കുന്നത് കൊടും നന്ദികേട് തന്നെയാണ്. ബംഗ്ലാദേശിലെ തെരുവുകളിൽ ഇന്ന് താരിഖ് റഹ്മാന്റെ മുദ്രാവാക്യങ്ങളെക്കാൾ ഉച്ചത്തിൽ കേൾക്കുന്നത് മതഭ്രാന്തിന്റെയും അസഹിഷ്ണുതയുടെയും അട്ടഹാസങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ബംഗ്ലാദേശിന്റെ മണ്ണിൽ പടർന്നു പിടിക്കുന്ന വിഷച്ചെടികളായി മാറിയിരിക്കുന്നു. ലോകം മുഴുവൻ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ഭാരതം ബഹിരാകാശത്തും സാങ്കേതിക വിദ്യയിലും വിസ്മയങ്ങൾ തീർക്കുമ്പോൾ നമ്മുടെ അയൽപ്പക്കം ഒരു മധ്യകാല ഇരുണ്ട യുഗത്തിലേക്ക് മടങ്ങി പോകാനായി ശ്രമിക്കുന്നത് ലജ്ജാകരം തന്നെയാണ്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ രാജ്യത്തെ ഹിന്ദുക്കളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുക എന്നതായിരുന്നു. എന്നാൽ അതിനെല്ലാം പകരം ദിബു ചന്ദ്രദാസിനെ പോലെയുള്ള പാവങ്ങളുടെ നിരപരാധികളുടെ ചോര കൊണ്ട് ധാക്കയിലെ തെരുവുകൾ കഴുകുകയാണ് അവർ ചെയ്യുന്നത്. ബംഗ്ലാദേശിലെ പുതിയ ഭരണാധികാരികൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇന്ത്യ എന്നത് വെറും ഒരു അയൽ രാജ്യമല്ല, മറിച്ച് നിങ്ങളുടെ നിലനിൽപ്പിന്റെ തന്നെ ആധാരമാണ്. 1971 പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ബയണറ്റുകൾക്കും ബലാത്സംഗങ്ങൾക്കും മുന്നിൽ വിറങ്ങലിച്ചു നിന്ന കിഴക്കൻ ബംഗാളിനെ കൈപിടിച്ചുയർത്താൻ 3900 ഇന്ത്യൻ ജവാന്മാരാണ് ജീവൻ ബലി നൽകിയത്. അന്ന് ഇന്ത്യ വിചാരിച്ചിരുന്നെങ്കിൽ ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാവില്ലായിരുന്നു. ആ ഔദാര്യത്തെയും ആ രക്തസാക്ഷിത്വത്തെയും മറന്ന് ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കുന്ന താരിഖ് റഹ്മാനും ജമാഅത്തെ ഭീകരരും അഗ്നിപർവ്വതത്തിന് മുകളിലിരുന്നാണ് പന്തയം വെക്കുന്നത്. മത തീവ്രവാദം ഒരു ലഹരിയായി തലക്കി പിടിച്ചവർ ഓർക്കുക, ആ ലഹരി ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഭൂപടം പോലും അവശേഷിക്കില്ല. ഇന്ന് ഭാരതം ഭരിക്കുന്നത് പഴയ ദുർബലമായ സർക്കാരുകളല്ല. ഇത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും എസ് ജയശങ്കറിന്റെയും നവഭാരതമാണ്. ശത്രുവിന്റെ കോട്ടയിൽ കയറി തലയെറുക്കാൻ മടിക്കാത്ത സർജിക്കൽ സ്ട്രൈക്കുകളുടെ ഇന്ത്യ. നോർത്ത് ഈസ്റ്റിലെ വിഘടനവാദികൾക്ക് ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഒരു തരി ഇടം നൽകാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ആ നിമിഷം ഇന്ത്യൻ സൈന്യത്തിന്റെ ബൂട്ട്സുകൾ നിങ്ങളുടെ അതിർത്തി കടന്നിരിക്കും. കലാദൻ പദ്ധതിയിലൂടെ വടക്ക് കിഴക്കൻ ഇന്ത്യയെ നമ്മൾ സുരക്ഷിതമാക്കി എന്നോ കഴിഞ്ഞു. സിലിഗുരി ഇടനാഴി ഞെരുക്കി ഭാരതത്തെ തളർത്താമെന്ന ചൈനീസ് മോഹങ്ങൾക്ക് മ്യാൻമറിലെ സ്വിറ്റി തുറമുഖത്തെ തിരമാലകൾ മുങ്ങിപ്പോയിരിക്കുന്നു. ഇന്ത്യയുടെ സൈനിക കരുത്തിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ റഫാൽ വിമാനങ്ങൾ നിങ്ങളുടെ ആകാശത്ത് വട്ടമിടുമ്പോൾ നിങ്ങളുടെ ഏത് റഡാർ സിസ്റ്റത്തിനാണ് തടയാനാവുക? INS വിക്രമാദിത്യയും വിക്രാന്തും ബംഗാൾ ഉൾക്കടലിൽ നങ്കൂരമിട്ടാൽ ബംഗ്ലാദേശിലേക്കുള്ള ഒരു കപ്പൽ പോലും കരകാണില്ല. ബ്രാഹ്മോസും ആകാശും അങ്ങനെ എത്രയെത്ര മിസൈലുകൾ. ബ്രാഹ്മോസ് ലക്ഷ്യം വെച്ചാൽ ധാക്കയിലെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന നിങ്ങളുടെ പേനയിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് പ്രഹരമേൽക്കും. ഇത് ഭീഷണിയല്ല, വസ്തുതയാണ്. ബംഗ്ലാദേശിലെ ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കുന്നത് ഇന്ത്യ നൽകുന്ന അരിയും ഗോതമ്പും ഉള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ വീടുകളിൽ ലൈറ്റ് കത്തുന്നത് ഇന്ത്യ നൽകുന്ന വൈദ്യുതി കൊണ്ടാണ്. നന്ദികേടിന്റെ രാഷ്ട്രീയമാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ ആ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഡൽഹിക്ക് ഒരു നിമിഷം മതി. ഭാരതം സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, പക്ഷെ അത് ഞങ്ങളുടെ സുരക്ഷയെ പണയം വെച്ചുകൊണ്ടല്ല. താരിഖ് റഹ്മാൻ ഒരു ബംഗ്ലാദേശ് ഫസ്റ്റ് നയം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ നയം ഇന്ത്യ ഫസ്റ്റ് എന്നത് മാത്രമാണ്. ഞങ്ങളുടെ ഒരു പൗരനെ പോലും തൊടാൻ ഏത് തീവ്രവാദി സംഘടന വന്നാലും അവരെ നരകത്തിലേക്ക് അയക്കാൻ ഭാരതീയ സേനയ്ക്ക് മടിയുണ്ടാകില്ല. ബംഗ്ലാദേശിലെ ഭരണകൂടം മതഭീകരതയ്ക്ക് വളമിടുന്നത് അവസാനിപ്പിച്ച് ഇന്ത്യയുമായി സഹകരിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ലാത്ത പക്ഷം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് ഒരു രാജ്യം കൂടി ചേർക്കപ്പെടും. തിരഞ്ഞെടുപ്പ് ഫലം എന്ത് തന്നെ ആയാലും ഭാരതത്തിന്റെ കണ്ണുകൾ ഇമ വെട്ടാതെ അതിർത്തിയിൽ ഉണ്ടായിരിക്കും. ചതിയുടെ പത്മവ്യൂഹം തകർക്കാൻ ഞങ്ങൾക്ക് അറിയാം. കാരണം ഇത് അജയ്യമായ ഭാരതമാണ്. ബംഗ്ലാദേശിലെ ഈ പുതിയ മാറ്റങ്ങൾ നമ്മുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താരിഖ് റഹ്മാനെ ഭാരതം എങ്ങനെ കൈകാര്യം ചെയ്യണം? നിങ്ങളുടെ പവർഫുൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭാരതത്തിന്റെ ഈ സിംഹഗർജനം ഓരോ ഇന്ത്യക്കാരിലേക്കും എത്തിക്കാനായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.